Hello everyone, welcome to EduPod SSLC. It's me, Nafi. എല്ലാവർക്കും മക്കളെ EduPodലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നാഫി. അപ്പോൾ നിങ്ങളുടെ SSLC റിസൾട്ട് വന്നു, അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിക്കാൻ പോവുകയാണ്, നിങ്ങൾ +1ലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ +1നുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡൗട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ +1ൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആ ഓവർവ്യൂ പറഞ്ഞ മുന്നേ നിങ്ങൾ 2-3 കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ +1ൽ സയൻസ് എടുക്കാനാണോ കൊമേഴ്സ് എടുക്കാനാണോ ഹ്യൂമാനിറ്റീസ് എടുക്കാനാണോ ആഗ്രഹിക്കുന്നത്, ഏതാണോ ഇതിൽ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എടുക്കാനുള്ള കാരണം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അപ്പോൾ +1ൽ മെയിനായിട്ട് 3 സ്ട്രീമുകളാണ്. അപ്പോൾ +1 മൊത്തത്തിലൊരു ഓവർവ്യൂ പറഞ്ഞ മുന്നേ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കേട്ടോ. അപ്പോൾ +1 പ്രധാനമായും നമുക്ക് 3 സ്ട്രീമുകൾ പറയാം. +1 സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. സയൻസ് തന്നെ ബയോ സയൻസും കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്. കൊമേഴ്സ് തന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനുള്ള കൊമേഴ്സ് ഉണ്ട്, മാത്സ് ഉള്ള കൊമേഴ്സ് ഉണ്ട്, പൊളിറ്റിക്സ് ഉള്ള കൊമേഴ്സ് ഉണ്ട്. ഹ്യൂമാനിറ്റീസ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. +1ൽ നിങ്ങൾക്ക് 6 സബ്ജക്റ്റ് ആയിട്ടുണ്ടാവുക. അതിലൊന്ന് ഇംഗ്ലീഷ് ആയിരിക്കും, ഒന്ന് ലാംഗ്വേജ് ആയിരിക്കും. ഈ ഇംഗ്ലീഷും ലാംഗ്വേജും എല്ലാവർക്കും ഉണ്ടാവും. ബാക്കി 4 സബ്ജക്റ്റുകളാണ് മാറ്റം വരിക. അപ്പോൾ നമ്മൾ സയൻസ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് എന്താണുള്ളത്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. അപ്പോൾ ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ സയൻസ് പറഞ്ഞ സംഭവം. ഇതിൽ ബയോളജിക്ക് പകരം ചിലതിൽ CS ഉള്ള കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഹോം സയൻസ് ഉണ്ട്, സൈക്കോളജിക്കൽ സയൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. നമ്മൾ കൊമേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ ഇംഗ്ലീഷും ലാംഗ്വേജും ഉണ്ട്, അതിന് പുറമെ ബിസിനസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്. പിന്നെ ചില ആളുകൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കും, ചില ആളുകൾക്ക് മാത്സ് ആയിരിക്കും, ചില ആളുകൾക്ക് പൊളിറ്റിക്സ് ആയിരിക്കും. അപ്പം കോമൺ ആയിട്ട് എല്ലാവർക്കും ഓരോ സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ അതിൽ മെയിനായിട്ട് വരിക ഈ 2 ലാംഗ്വേജുകൾക്ക് പുറമെ ഹിസ്റ്ററി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്. പിന്നെ ചിലർക്ക് ജോഗ്രഫി ഉണ്ടാകും, അതേപോലെ തന്നെ സ്റ്റാറ്റി ഉണ്ടാകും, അതേപോലെ തന്നെ എന്തുണ്ട്, ഗാന്ധിയൻ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ചില ആളുകൾക്ക് തന്നെ ഹിസ്റ്ററിക്ക് പകരം ഇസ്ലാമിക് ഹിസ്റ്ററി ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ്, ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് നമ്മൾ കാണുന്നത് എവിടെയാണ്, നമ്മുടെ +1 ഹ്യൂമാനിറ്റീസിലാട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, +1ൽ ഗ്രേഡ് അല്ല, +1ൽ മേജർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാർക്കിനാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, +1ൽ 80 മാർക്കിൻ്റെ സബ്ജക്റ്റും ഉണ്ട്, 60 മാർക്കിൻ്റെ സബ്ജക്റ്റും ഉണ്ട്. ലാബുള്ള സബ്ജക്റ്റുകളാണ് എത്ര മാർക്കിന്, 60 മാർക്കിന്. ഇപ്പോൾ എക്സാം എടുക്കുകയാണെങ്കിൽ സയൻസിൽ ഫിസിക്സും കെമിസ്ട്രി മാത്സും ബയോളജിയും എല്ലാത്തിലും എന്തുണ്ട്, ലാബ് ഉണ്ട്. അപ്പോൾ സയൻസ് സബ്ജക്റ്റ് എന്താ, 60 മാർക്കാണ്. നമ്മൾ കൊമേഴ്സിലേക്ക് പോകുകയാണെങ്കിൽ അക്കൗണ്ടൻസിയും കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും എന്തുണ്ട്, ലാബ് ഉണ്ട്, അത് 60 മാർക്കാണ്. പക്ഷേ എക്കണോമിക്സും അതേപോലെ തന്നെ ബിസിനസ്സും എത്ര മാർക്കിനാണ്, 80 മാർക്കിനാണ്. ഇനി നമ്മൾ ഹ്യൂമാനിറ്റീസിലേക്ക് വരികയാണെങ്കിൽ അതിൽ ജോഗ്രഫി, സ്റ്റാറ്റി അതിലൊക്കെ എന്തുള്ളൂ, ലാബുള്ളൂ. ലാബ് ഇല്ലാത്ത സബ്ജക്റ്റിനൊക്കെ 80 മാർക്കും, ലാബ് ഉള്ള സബ്ജക്റ്റ് 60 മാർക്കിനുമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ 80 മാർക്കിൻ്റെ സബ്ജക്റ്റാണ് നമ്മളതിൽ 24 മാർക്ക് നമ്മൾ എഴുതിയെടുക്കണം. 60 മാർക്കിൻ്റെ സബ്ജക്റ്റാണ് നമ്മളതിൽ 18 മാർക്ക് നമ്മൾ എഴുതിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പാസ്സാവുള്ളൂ കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, 80ൽ 24 മാർക്ക് നമ്മൾ എഴുതിയെടുക്കണം. C കൂട്ടാതാണ്, C കൂട്ടാതെ 80ൽ നമ്മൾ 24 മാർക്ക് എഴുതിയെടുത്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പാസ്സാവുള്ളൂ. 60ൽ 18 മാർക്ക് എഴുതിയെടുത്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പാസ്സാവുള്ളൂ. അപ്പം ലാബ് ഇല്ലാത്ത സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അതിന് 60ൽ 18, പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ, അതായത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് പോലെയുള്ള സയൻസ് സബ്ജക്റ്റിലൊക്കെ പ്രാക്ടിക്കൽ ഉണ്ട്. പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾ 60ൽ 18 മാർക്ക് എഴുതിയെടുക്കണം, 80ലാണെങ്കിൽ 24 മാർക്ക് എഴുതിയെടുക്കണം. പിന്നെ +1ൻ്റെ കണ്ടന്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ SSLC പഠിച്ചേക്കാൾ 40, 50, 60, 70, 80 ഒരു 2 ഇരട്ടിയെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് എവിടെ പഠിക്കാനുണ്ട്, +1ൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇത്രയും അപ്ഡേറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ +1ൽ സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ നിങ്ങൾ തീരുമാനിക്കേണ്ടത്. മാത്സ് ടഫുള്ള ആളുകൾ പൊതുവേ സയൻസ് എടുക്കാതിരിക്കാനാണ് നല്ലതൊരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓർത്ത് വെച്ചോ, 80ൽ 24 മാർക്കും 60ൽ 18 മാർക്കും നമ്മൾ നേടിയാൽ മാത്രമേ നമുക്ക് +1ൽ പാസ്സാൻ പറ്റൂ. അപ്പം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ nafi.edupod, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ് എന്ത്, nafi.edupod. ആ nafi.edupod നിങ്ങൾ എന്ത് ചെയ്തോ, ഒന്ന് മെസ്സേജ് അയച്ചോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ് nafi.edupod. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തോ, ഒന്ന് മെസ്സേജ് അയച്ചോ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.